ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിയായിട്ടുള്ള ശ്രീ പവിത്ര മാർഗരീറ്റ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിൽ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ എസ് രവീന്ദ്രൻ IAS അവർകൾ, ഈ കമ്പനിയുടെ പ്രസിഡന്റ് ചെയർമാൻ ശ്രീ K ബിജു, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലമൂട് ബിജു, ശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സുരീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ദേവി, മഞ്ജു, സുനിത, സുനിൽദാസ്, പിന്നെ സുനിൽ, നമ്മുടെ വീവേഴ്സ് സെൻ്ററിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ആനന്ദൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായിട്ടുള്ള ശ്രീ പവിത്ര മാർഗരീറ്റ, അദ്ദേഹം ആസാം സ്വദേശിയാണ്. അദ്ദേഹം ഇന്നും, പ്രധാനമായും ഇന്ന് ഒരു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇന്നലെ വൈകുന്നേരം അദ്ദേഹം എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു നെയ്ത്തുകാരുടെ കമ്പനി ബാലരാമപുരത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ നമ്മുടെ നെയ്ത്തുകാരായിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാൻ അദ്ദേഹം ഇവിടെ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. നമ്മളെ എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹം സമയം കണ്ടെത്തി ഇവിടെ വന്നതിൽ ഞാൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. I would like to thank you for taking time out and expressing your interest to meet the weavers and to meet those weavers who have formed a producer company. 3 നെയ്ത്തുകാരായിട്ടുള്ള സഹോദരിമാരുടെ നേരിട്ടുള്ള വീടുകളിൽ പോയി അവർ തറികളിൽ നേരിട്ട് നെയ്യുന്നത് കൂടി കണ്ടതിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കുഴിത്തറി ഇവിടുത്തെ പോലെ തന്നെ ആസാമിലും ബംഗാളിലുമൊക്കെ ഇതേപോലെയുള്ള കുഴിത്തറികളിലാണ് അവിടെയും നെയ്ത്ത് നടക്കുന്നത് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ന് നെയ്ത്തുകാരായിട്ടുള്ള നെയ്ത്തുകാരായിട്ടുള്ളവരുടെ കുട്ടികൾ, പരീക്ഷയിൽ വലിയ വിജയം കൈവരിച്ചിട്ടുള്ള കുട്ടികളെ അനുമോദിക്കാൻ, അതിനുവേണ്ടിയാണ് ഈ ചടങ്ങ് വളരെ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ചിന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിൽ വേണ്ടി സംഘടിപ്പിക്കാൻ, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ആ ചടങ്ങിൻ്റെ ഭാഗമായി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ടെക്സ്റ്റൈൽ വിഷയത്തിൽ വിദ്യാഭ്യാസം നേടി അതിനുശേഷം ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഒരാളാണ്. അതോടൊപ്പം അദ്ദേഹം ആസാമിയ ഭാഷയിൽ അവിടുത്തെ അദ്ദേഹം ഒരു സിനിമാ നടനാണ്, ഗാനരചയിതാവാണ്. സിനിമാ മേഖലയിൽ, ആസാമിലെ സിനിമാ മേഖലയുമായിട്ട് ഏറെ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഔപചാരികമായിട്ട് വരുന്നതിന് മുൻപ് ചലച്ചിത്ര മേഖലയിലും നാടകത്തിൻ്റെ മേഖലയിലുമൊക്കെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ആദ്യം മലയാളം സിനിമകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പരിചയം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇന്ന് രാവിലത്തെ ഒരു ചടങ്ങിൽ. ഏതായാലും അദ്ദേഹത്തെ ഇന്നിവിടെ നമുക്കെല്ലാവർക്കും നമ്മുടെ ഇടയിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന കാര്യമാണ്. ഞാൻ നെയ്ത്തുകാരായിട്ടുള്ള ആ കുടുംബങ്ങളിൽ നല്ല മാർക്കോടുകൂടി പരീക്ഷകൾ പാസ്സായിട്ടുള്ള കുട്ടികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹായങ്ങളും പിന്തുണയും തുടർന്ന് നമ്മുടെ ഈ കമ്പനി കൂടുതൽ
സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.